ഓക്കെ, നമ്മൾ സെൽ കമ്മ്യൂണിക്കേഷൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ നാലാമത്തെ പാർട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇതിൽ നമുക്കൊരു 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. കാരണം ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പാർട്ട് കുറച്ച് വലുതാണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് പാർട്ട് കണ്ട് അങ്ങനെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ആ ഒരു സീക്വൻസിൽ മാത്രമേ നിങ്ങൾ വീഡിയോസ് കാണാവുള്ളൂ, അല്ലാതെ കാണരുത്. കാരണം ഓരോ പാർട്ടിലും പറഞ്ഞ ഇൻഫോർമേഷൻസ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഞാൻ പറയുക. കാരണം അവിടെ ഇത് സീക്വൻസിലായിട്ട് വരുന്നതാണല്ലോ. അപ്പം ആ ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവണം ഓരോ ചോദ്യവും അറ്റൻഡ് ചെയ്യുമ്പോഴും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് സെൽ അഡ്ഹഷൻ പ്രോട്ടീൻ? ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സെൽ അഡ്ഹഷൻ പ്രോട്ടീൻസിൻ്റെ കേസിൽ സെലക്റ്റിൻസ്, ഇൻറ്റഗ്രിൻസ്, കാഡ്ഹറിൻസ്, IGSF അല്ലേ, ഇമ്മ്യൂണോഗ്ലോബുലിൻ സൂപ്പർ ഫാമിലി, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി ലാമിനിൻ എന്ന് പറയുന്നത് ECMൽ ഉള്ള ഒരു പ്രോട്ടീനാണ്, എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിലുള്ള പ്രോട്ടീനാണെന്നറിയാം. ഈ പറയുന്ന സെൽ അഡ്ഹഷൻ മോളിക്യൂൾസ് ഇൻട്രാക്ട് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണെന്നറിയാം. അപ്പം അതുകൊണ്ട് സെൽ അഡ്ഹഷൻ പ്രോട്ടീനായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സെൽ അഡ്ഹഷൻ പ്രോട്ടീൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷേ നമുക്ക് എന്തേ ചെയ്യേണ്ടുള്ളൂ, ഇവിടെ ഉള്ളതിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സെൽ അഡ്ഹഷൻ പ്രോട്ടീൻ അല്ലാത്തത് എന്ന് പറയുന്നത് ലാമിനിൻ ആണ്. കാരണം ലാമിനിൻ ECMൽ കാണുന്നതാണ്, മെംബ്രെയിനിൽ കാണുന്ന അഡ്ഹഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ അല്ല, അഡ്ഹഷൻ ചെയ്യപ്പെടുന്ന പ്രോട്ടീനാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിലുള്ള പ്രോട്ടീൻ എന്ന നിലക്ക് ലാമിനിനെ നമുക്ക് സെൽ അഡ്ഹഷൻ പ്രോട്ടീൻസ് എന്ന ആസ്പെക്റ്റിൽ നിന്ന് ഇവിടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് ഓപ്ഷൻ എന്താണ്, 4 ആണ് കറക്റ്റ്. ഇതൊക്കെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോട്ടീൻസ് ആണ് എല്ലാം ഓർമ്മയിൽ ഉണ്ടാവുക. അഡ്ഹറൻസ് ഏതൊക്കെ നമ്മൾ പഠിച്ചു, ഡെസ്മോസോംസിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്, അഡ്ഹറൻസ് ജംഗ്ഷൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സെൽ അഡ്ഹഷനിൽ ഇപ്പം ലാമിനിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുന്നത് ഇൻറ്റഗ്രിൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോഴാണ് സെല്ല്. ഓക്കെ, അപ്പം ഇതിൽ ഭയങ്കര കൺഫ്യൂഷൻ ഇല്ല, ഡിസ്കഷൻ്റെ ആവശ്യമില്ല. ബാക്കിയൊക്കെ പ്രോട്ടീൻസ് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ 4ാമത്തെ ഓപ്ഷനാണ് അവിടെ കറക്റ്റ്. അടുത്തതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം അല്ലേ. നമ്മൾ ഈ വലിയ ക്വസ്റ്റ്യൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഇൻഫോർമേഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ടും ആ ക്വസ്റ്റ്യൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, ഇപ്പം ഡയറക്റ്റ് ഷോർട്ട് MCQs ആകുമ്പോൾ അതിന് ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. കാരണം ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ലെറ്റ് us read. The extracellular matrix contains a number of non-collagen proteins. നമുക്കറിയാം കൊളാജൻ ഉണ്ട്, അവിടെ ഫൈബ്രോനെക്റ്റിൻ ഉണ്ട്, ലാമിനിൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഇലാസ്റ്റിൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. അപ്പം നോൺ കൊളാജൻ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ കൊളാജൻ അല്ലാത്ത, ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് 3 അത് കൊളാജൻ അല്ലാത്ത പ്രോട്ടീൻസ് ആണ്. ദാറ്റ് ടിപ്പിക്കലി ഹാവ് മൾട്ടിപ്പിൾ ഡൊമൈൻസ്, ഒന്നിൽ കൂടുതൽ ഡൊമൈൻസ് ഉണ്ടാവും. ഈച്ച് വിത്ത് സ്പെസിഫിക് ബൈൻഡിങ് സൈറ്റ്സ് ഫോർ അതർ മാട്രിക്സ് മോളിക്യൂൾസ് ആൻഡ് സെൽ സർഫേസ് റിസപ്റ്റേഴ്സ്. നമ്മൾ നേരത്തെ ഇൻറ്റഗ്രിൻസിൻ്റെ കേസിൽ RGD സീക്വൻസ് ഫോർ ദ ഫൈബ്രോനെക്റ്റിൻ കണ്ടതാണ്. ഇൻറ്റഗ്രിൻസ് ഇൻട്രാക്ട് ചെയ്യുന്നത് RGD ആയിട്ടാണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ, ഓക്കെ, പ്രീവിയസ് വീഡിയോയിലുള്ള 3ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഉണ്ട് ഈ പ്രോട്ടീൻസിൽ ടു ഇൻട്രാക്ട് വിത്ത് ദ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് പ്രോട്ടീൻ ഇറ്റ് സെൽഫ് ആസ് വെൽ ആസ് ദ സെൽ അഡ്ഹഷൻ പ്രോട്ടീൻസ്. അപ്പം ദീസ് പ്രോട്ടീൻസ് therefore contribute to both organizing the matrix and helping cells to attach to it. The most well characterized matrix protein of this kind is fibronectin. ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്കഷൻ ചെയ്ത സാധനമാണത്. Which one of the following characteristics is not true? അപ്പോൾ ഇതാ ചോദിക്കുന്നത് അല്ലേ, നോട്ട് ട്രൂ. ഇത് കാണാതാവരുത് കേട്ടോ, നോട്ട് കാണാതാവരുത് ഫോർ ഫൈബ്രോനെക്റ്റിൻ. അപ്പം അല്ലാത്തത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഒന്നാമത്തത്, ഇറ്റ് ഈസ് എ ലാർജ് ഗ്ലൈക്കോ പ്രോട്ടീൻ. ഓർമ്മയിൽ ഉണ്ടാവണേ, ഇതൊരു ലാർജ് ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്. ഫൈബ്രോനെക്റ്റിൻ ലാർജ് ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്, പഠിക്കുക. ഫൗണ്ട് ഇൻ ഓൾ വെർട്ടിബ്രേറ്റ്സ്, എല്ലാ വെർട്ടിബ്രേറ്റ്സിലും കാണുന്നുണ്ട്, അതും പഠിക്കുക. ഇതൊരു പോയിൻ്റാണ് പഠിക്കാൻ, ഇതും ഒരു പോയിൻ്റാണ് പഠിക്കാൻ. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫോർ മെനി സെൽ മാട്രിക്സ് ഇൻട്രാക്ഷൻസ്. ഓക്കെ, അപ്പോൾ ലാർജ് ഗ്ലൈക്കോ പ്രോട്ടീൻ ആണെന്നും ഓൾ വെർട്ടിബ്രേറ്റ്സിന് വരുന്നതാണെന്നും സെൽ മാട്രിക്സ് ഇൻട്രാക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായതുകൊണ്ട് ഞാനത് വീണ്ടും പഠിക്കാൻ പറയുന്നില്ല, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 2 കാര്യങ്ങളും നമ്മൾ പറയാത്തതാണ്. അപ്പോൾ എല്ലാ വെർട്ടിബ്രേറ്റ്സിലും കാണുന്നുണ്ട്, ലാർജ് ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്. ഈ ഒരു ആസ്പെക്റ്റ് പഠിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, ആൻസർ ഈസ് റോങ്. It is composed of
3 polypeptides that are disulfide bonded into a cross-linked structure. ഇവിടെയാണ് പ്രശ്നം അല്ലേ. അപ്പം ഇവിടെ നോക്കുക, നിങ്ങൾ പഠിക്കാത്തൊരു സംഗതിയാണ്. ഫൈബ്രോനെക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഓർമ്മയിലുണ്ടാവുക, ഇവിടെ 3 പോളിപെപ്റ്റൈഡ്സ് എന്നുള്ളത് റോങ് ആണ്. ഇവിടെ എത്രയാണ്? 2 പോളിപെപ്റ്റൈഡ്സ് ആണ് കറക്റ്റ്. 2 പോളിപെപ്റ്റൈഡ്സ് ആണ് അത് ഉണ്ടാവുക. ഡൈസൾഫൈഡ് ബോണ്ട് എന്നുള്ളത് കറക്റ്റാണ്. ഓക്കെ, ഡൈസൾഫൈഡ് ബോണ്ടാണ്. ഇനി അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഡൈസൾഫൈഡ് ബോണ്ടിങ് നടക്കുന്നത് C ടെർമിനലിലാണ്. ഓക്കെ, C ടെർമിനലിലുള്ള 16 അമിനോ ആസിഡ്സ് ആണ് ആ ഡൈസൾഫൈഡ് ബോണ്ടിൻ്റെ ഇൻവോൾവ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ 2 പോളിപെപ്റ്റൈഡ് C ടെർമിനലിലുള്ള ഡൈസൾഫൈഡ് ബോണ്ട് ത്രൂ ഡൈമറൈസ് ചെയ്തിട്ടാണ് ഫൈബ്രോനെക്റ്റിൻ എന്ന് പറയുന്ന ഒരു ക്രോസ് ലിങ്ക് നെറ്റ്വർക്ക് ഉണ്ടാവുന്നത്. പുതിയ കാര്യം പഠിച്ചേ. രണ്ടാമത്തെ പോയിന്റിലും ഒരുപാട് പുതിയ കാര്യങ്ങളുണ്ട്. അവിടെ 3 എന്നുള്ളത് റോങ് ആയതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്, ആൻസർ കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഓപ്ഷനിലേക്ക് പോകുന്നില്ല. അടുത്തതും കൂടെ വായിച്ച് നോക്കിയിട്ടേ നമ്മൾ തീരുമാനം എടുക്കുകയുള്ളൂ. നൗ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം നമുക്ക്. തേർഡ് ഓപ്ഷനിലേക്ക്. ഇൻ ഹ്യൂമൻ ജീനോം, okay, there is only one fibronectin gene. There is only one fibronectin gene. അത് നമുക്കൊരു പുതിയ ഇൻഫോർമേഷൻ ആണ് അല്ലേ. FN1 എന്ന് പറയുന്ന ഒരു ജീനാണ് ഫൈബ്രോനെക്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീന്. അത് ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഡൈവേഴ്സ് ആയിട്ടുള്ള ഫൈബ്രോനെക്റ്റിൻ മോളിക്യൂൾസ് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു ജീന് തന്നെ എങ്ങനെയാണ് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള പല ടൈപ്പ് ഫൈബ്രോനെക്റ്റിൻ മോളിക്യൂൾസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഓപ്ഷൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, വായിച്ചു നോക്കുക. കണ്ടെയ്നിങ് അബൌട്ട് 50 എക്സോൺസ്, 50 നോൺ കോഡിംഗ് സീക്വൻസസ് അവിടെ അവൈലബിൾ ആണ്. But the transcripts can be spliced in different ways to produce many different fibronectin isoforms. നിങ്ങൾ ഇമ്മ്യൂണോളജി പഠിക്കുമ്പോൾ ഇമ്മ്യൂണോളജിക്കലി ആയിട്ടുള്ള പ്രോട്ടീൻസ് MHC ജീൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ടാക്കുന്നതൊക്കെ പഠിക്കും. ഇതേ മെക്കാനിസമാണ് അവിടെ. അപ്പോൾ എന്ത് ചെയ്യുന്നു? 50 എക്സോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ആ സ്പ്ലൈസിങ് റീജിയൻസ് മാറ്റി പിടിക്കുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? പല ടൈപ്പ് ഫൈബ്രോനെക്റ്റിൻ്റെ ഐസോഫോംസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പല ടൈപ്പ് ഫൈബ്രോനെക്റ്റിൻ ഉണ്ടാക്കുന്നത്. ഒരു ജീനിൽ നിന്ന് പലത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഈ 50 എക്സോൺസ് ഉള്ളത് കൊണ്ട് തന്നെ സ്പ്ലൈസിങ്ങിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് കൊണ്ടാണ് പല ടൈപ്പ് ഫൈബ്രോനെക്റ്റിൻ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഡൈവേഴ്സ് ആയിട്ടുള്ള ഫൈബ്രോനെക്റ്റിൻ വരുന്നത് എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? 1 ഫൈബ്രോനെക്റ്റിൻ ജീനേ ഉള്ളൂ. FN1 എന്ന് പറയുന്ന 1 ഫൈബ്രോനെക്റ്റിൻ ജീനേ ഉള്ളൂ. ഫൈബ്രോനെക്റ്റിൻ ജീനിൽ 50 എക്സോൺസ് ഉണ്ട്. ഡൈവേഴ്സിറ്റി കൊണ്ടുവരുത്തുന്നത് അപ്പം പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ സ്പ്ലൈസിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാക്കുന്ന പോയിന്റിലുള്ള ചേഞ്ചാണ് എന്നുള്ളത് ഓർമ്മിക്കുക. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഈ ഓപ്ഷൻ നിന്നാണ് കിട്ടിയത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആൻഡ് ഓപ്ഷൻ ഈസ് റോങ്. നൗ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ഓപ്ഷൻ നോക്കാം. ഫൈബ്രോനെക്റ്റിൻ ബൈൻഡ്സ് ടു ഇൻറ്റഗ്രിൻ. നമ്മൾ നേരത്തെ കണ്ടല്ലോ അല്ലേ, ത്രൂ RGD. അത് നമ്മൾ നേരത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ വീഡിയോസിൽ അല്ലേ. RGD, arginine, glycine ആൻഡ് aspartic acid മോട്ടീവ്. ഈവൻ വെരി ഷോർട്ട് പെപ്റ്റൈഡ് കണ്ടെയ്നിങ് RGD സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ RGD മോട്ടീഫാണ് ഇൻറ്റഗ്രിൻ ഫൈബ്രോനെക്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇൻറ്റഗ്രിന് RGDനെ മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പം ഒരു ഷോർട്ട് RGD സീക്വൻസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എക്സ്ട്രാ സെല്ലാർ മാട്രിക്സിൽ വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റഗ്രിൻ അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഇൻറ്റഗ്രിൻ കനോട്ട് ബൈൻഡ് ടു ദി ഫൈബ്രോനെക്റ്റിൻ RGD. സോ അത് ബ്ലോക്ക് ചെയ്യുക ചെയ്യുന്നത്. ആ ഒരു ആസ്പെക്റ്റാണ് ഇവിടെ പറയുന്നത്. സോ എ ഷോർട്ട് പെപ്റ്റൈഡ് കണ്ടെയ്നിങ് RGD സീക്വൻസ് ക്യാൻ ഇൻഹിബിറ്റ് അറ്റാച്ച്മെൻറ്റ് ഓഫ് ദ സെൽസ് ടു ഫൈബ്രോനെക്റ്റിൻ മാട്രിക്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം RGD ആണ് സീക്വൻസ് ആണ്. ഫൈബ്രോനെക്റ്റിൻ്റെ ആസ് എ ഹോൾ അല്ല ഈ പറയുന്ന ഇൻറ്റഗ്രിൻ റെക്കഗ്നൈസ് ചെയ്യുന്നത്. മറിച്ച് എന്താണ്? ഒരു ചെറിയ ഷോർട്ട് RGD സീക്വൻസ് ആണ്. അപ്പം സ്വാഭാവികമായിട്ടും വേറൊരു RGD വന്നിട്ട് അവിടെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഇൻഹിബിറ്റിംഗ് ദ ഇൻട്രാക്ഷൻ ഓഫ് ഇൻറ്റഗ്രിൻ വിത്ത് ഫൈബ്രോനെക്റ്റിൻ. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, ഓപ്ഷൻ റോങ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ എടുക്കുന്നു. 2, 3 എന്ന് പറയുന്ന ഈ റോങ്ങിൽ നമ്മൾ പിടിക്കുകയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷനാണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ സമയത്ത് നമ്മൾ ഏത് ഓപ്ഷൻ കറക്റ്റാണ് ഏത് ഓപ്ഷൻ റോങ് ആണ് എന്നെടുക്കുന്നതിനപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൽ ഷെയർ ചെയ്യപ്പെടുന്ന ഇൻഫർമേഷൻസ് നമ്മൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് അത് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നിങ്ങൾ എപ്പോഴും നോട്ട് ബുക്കുമായിട്ട് മാത്രമേ ഇരിക്കാവുള്ളൂ. നോട്ട് ബുക്കിൽ ഞാൻ പറയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ എഴുതി വെക്കണം. എക്സാമിന് മുമ്പ് അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഹാർഡ് വർക്ക് ചെയ്യാണ്ട്
വെറുതെ കുത്തിയിരുന്ന് ഞാൻ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നെറ്റ് കിട്ടാൻ പോകുന്നില്ല. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അധ്വാനിക്കുക.